എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഓരോ വളർച്ചയും. ഒരുപാട് പേര് പറഞ്ഞു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ അവരാഗ്രഹിച്ചിരുന്നു ഇതുപോലൊരു കുഞ്ഞിനെ അവർക്ക് വേണമെന്നുണ്ടായിരുന്നു. പറയുന്നവരാരും ഞങ്ങൾക്ക് കൊണ്ടു തരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ഹായ്, ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കളായ സിയ പൗലും സഹദും ഒരു നിയമ പോരാട്ടം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ഇരുവരുടെയും മകളായ സബിയയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവ് മാതാവ് എന്ന് പ്രത്യേകം പരാമർശിക്കുന്നതിനു പകരം മാതാപിതാക്കൾ എന്നാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഈ ഒരു ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ശരിവെച്ചിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിധി സന്തോഷം, കാരണം നമ്മൾ നമ്മള് ആഗ്രഹിച്ച പോലെയുള്ള ഒരു വിധിയാണ് വന്നത്. അതില് എന്താ പറയാ, ഒത്തിരി സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. പിന്നെന്താ പറയാ, അത്രയും സന്തോഷം. കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റില് അച്ഛനമ്മ പ്രത്യേകം വെക്കാതെ മാതാപിതാക്കൾ എന്ന് വെക്കണമെന്നായിരുന്നു ആവശ്യം. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള അതിന്റെ ഒരു നാൾവഴി എങ്ങനെയായിരുന്നു? ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മള് ആദ്യം വിചാരിച്ചത് അങ്ങനെയല്ലായിരുന്നു. നമ്മള് മദറിന്റെ സ്ഥാനത്ത് എന്റെ പേര് വെക്കുക, അല്ലെങ്കിൽ ഫാദറിന്റെ സ്ഥാനത്ത് സാദിന്റെ പേര് വെക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, ഉദ്ദേശം. അത് പോസിബിൾ അല്ല. തിരിച്ചു തന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് അതിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയി. പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചില്ല. നേരെ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഹൈക്കോടതിയിൽ പോയി. അവിടുന്ന് ഇത്രയും ഏകദേശം 2 വർഷത്തോളമായി. ഈ 2 വർഷത്തെ ഇത്രയും ഗ്യാപ്പിന് ശേഷം കോടതി തീരുമാനിച്ച വിധിയാണ് ഫാദർ മദർ എന്നുള്ളത് മാറ്റിയിട്ട് പാരന്റ്സ് എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ പേര് വെക്കുക എന്നുള്ളൊരു വിധി ഇപ്പം. സോ അതിലും സന്തോഷം. അങ്ങനെ ആയാലും മതി ഞങ്ങൾക്ക്. പ്രതിസന്ധി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ആഗ്രഹിച്ചൊരു സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിൻ്റെ ഒരു മനോവിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ അസൗകര്യങ്ങളുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും വലുതായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കേസിന്റെ വഴിയിൽ ഞങ്ങള് അധികം ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം അഡ്വക്കേറ്റ് തന്നെയാ നടന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഡ്വക്കേറ്റിനെ അറിയാലോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പത്മലക്ഷ്മിയാണ് മാഡം. അത് എന്താ പറയാ, ഭംഗിയായിട്ട് അത് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. 2023 ഫെബ്രുവരിയില്. ഒരുപാട് ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഓരോ ഹിയറിംഗിന്റെ മുന്നേ മാം പറയും ഇന്ന് തീരുമാനിക്കും ചെയ്യാ, ചിലപ്പം ഇന്ന് അവസാനിക്കുമായിരിക്കും എന്നിങ്ങനെ പറയും. പക്ഷെ അത് വീണ്ടും നീണ്ടു പോകും. അത് ഓരോ ഹിയറിംഗ് വിളിക്കുമ്പോഴും ചിലപ്പം കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ അവരെ അറിയിക്കും. അവർക്ക് വരാണ്ടിരിക്കുക, അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ട് പറഞ്ഞാണ് ഇത്രയും നീണ്ടുപോയത്. ബർത്ത് സർട്ടിഫിക്കറ്റ് അതിന്റെ ഇടയ്ക്ക് നമുക്ക് മാത്രം തരാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് മാത്രം തരാമെന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ ആലോചിച്ചത് നമുക്ക് മാത്രം ഇത് കിട്ടിയാല് അതെന്താ പറയാ, നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നത്. നേരെ മറിച്ച് ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ഒരു നിയമം അല്ലെങ്കിൽ ഒരു നല്ലൊരു വിധി പോലെ കൊണ്ടുവരാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ദൈവം സഹായിച്ചിട്ട് അതുപോലെ നടന്നു. ഇനിയിപ്പം എന്തായാലും നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ആർക്കും കുഞ്ഞുണ്ടായാലും ഇനിയിപ്പം ഞങ്ങൾ നടന്ന വഴിയിലൂടെ ഇനി നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള 2 കപ്പിളിന് കുട്ടി ഉണ്ടാവുമെന്നുള്ള തരത്തിലുള്ള ആ ഒരു സംഭവം വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ വാർത്തകളായിരുന്നു. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ സ്വീകരണം കിട്ടിയിരുന്നു. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് വിവാദങ്ങളും വന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിനൊക്കെ? ഞങ്ങള് അതിന് പൊതുവെ ഒരു കാര്യത്തിലും ഞങ്ങള് സമൂഹത്തെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ല, ഞങ്ങൾ ചെവി കൊടുക്കുന്നില്ല ആർക്കും. കമ്മ്യൂണിറ്റിയിലും ഉണ്ട് വിയോജിപ്പുള്ള ആളുകളുണ്ട്, യോജിപ്പുള്ള ആളുകളും കമ്മ്യൂണിറ്റിയിലുണ്ട്.
സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്ത് കാര്യമായാലും, ഞങ്ങളുടെ കേസ് എന്നല്ല, എന്ത് കാര്യമായാലും അത് അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതിനും ഉണ്ടായിരുന്നു. പക്ഷേ പ്രതികൂലിക്കുന്നവർക്ക് നമ്മൾ ചെവി കൊടുക്കുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ സന്തോഷമാണ്, ഹാപ്പി ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പറയുന്നവരാരും ഞങ്ങൾക്ക് കൊണ്ടു തരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു കേസിന്റെ ഒരു നാൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് അതെ പത്മലക്ഷ്മി. പത്മലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലെ ആ ഒരു സപ്പോർട്ടിന് എങ്ങനെയാണ്, സപ്പോർട്ട് സിസ്റ്റത്തെ എങ്ങനെയാണ്? കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പത്മലക്ഷ്മി മാത്രമാണ് ഈ കേസ് ഏറ്റെടുത്ത് ആള് മാത്രമാണ് മുന്നോട്ട് പോയത്. അല്ലാതെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞു തന്നിട്ടല്ല. ആൾ തന്നെയാണ് ഏറ്റെടുത്ത്, ആൾ തന്നെ അത് അതിന്റെ പീക്ക് ലെവലിലെത്തി അതിന്റെ വിജയം കാണുന്നത് വരെ ഒറ്റയ്ക്കാണ് ആള് പോയത്. ഞങ്ങളെ പോലും ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആള് അതിൽ വർക്ക് ചെയ്തതും ഈ ഒരു റിസൾട്ട് വന്നതും. ഞാൻ ഇപ്പോൾ ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആന്റണി സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓം സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. കാലിക്കറ്റാണ് മെയിൻ ബ്രാഞ്ച്. അതിൻ്റെ ഈ റീസെൻ്റ്ലി ഇവിടെ ട്രിവാൻഡ്രത്ത് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങി, ഇവിടെ പേട്ടയിൽ. അപ്പോൾ അവിടെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സഹദിൻ്റെ വീട് ഓൾറെഡി ട്രിവാൻഡ്രത്താണ്. അപ്പം കുഞ്ഞും സഹദും ഒക്കെ ഇവിടെ ഉണ്ടാവും. സഹദിന് വർക്കും ട്രിവാൻഡ്രത്താണ്. അവിടെ ഒരു ഷോപ്പിലാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഷോപ്പിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ഞാൻ കോഴിക്കോടാണ് ഉണ്ടാവുക. ക്ലാസ് അവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെയാണ്. ദൈവം സഹായിച്ച് മാഷ് പെട്ടെന്ന് ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. എന്നെ തന്നെ അവിടെ ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പം ഒത്തിരി സന്തോഷം. എനിക്ക് കുഞ്ഞുമായിട്ട് പിന്നെയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം കിട്ടി. അതിന് മുന്നേ കുറേ സമയം എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അവളെ കൊച്ചു പ്രായം ഞാൻ അവിടെ കോഴിക്കോടാവുന്ന സമയത്ത് കുറേ മാസങ്ങൾ എനിക്ക് മിസ്സായി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ്, അതുകൊണ്ട് സന്തോഷം. തീർച്ചയായിട്ടും 2 വയസ്സ് 4 മാസമായി. തീർച്ചയായിട്ടും ഞങ്ങള് എന്താ പറയാ എക്സൈറ്റഡ് ആണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഞങ്ങളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഓരോ വളർച്ചയെന്ന് വേണം പറയാനായിട്ട്. ഇപ്പം കുസൃതികൾ കൂടുതലുള്ള സമയമാണ്. അപ്പം ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. കുരുത്തക്കേടുകൾ ഏറെ ഉണ്ട്. ഇങ്ങനെ സഹിച്ച് എന്താ പറയാ നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും അതിന്റെ മുന്നത്തെ പീരീഡ് ഞാനൊക്കെ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ, ഞാനൊക്കെ ഒരു സ്വീകാര്യത കിട്ടിയ ഒരു സമയത്തിലാണ് ഞാനൊക്കെ കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്നത്. അതിന് മുന്നേ അനുഭവിച്ച ആളുകളുടെ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. അത് അനുഭവിച്ചോ അല്ലെങ്കിൽ കണ്ടോ എനിക്ക് വലിയ അറിവില്ല. അപ്പം അതിന് മുന്നത്തെ കാര്യം സംസാരിക്കാൻ ഞാൻ അത്ര ആളല്ല. ഞാൻ വന്നതിന് ശേഷം എനിക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയുക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നേരിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് കമന്റ് ഇടുക അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ നേരിട്ടൊന്നും ഇന്നവരെ അങ്ങനത്തെ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഈ വിധിയും ഞങ്ങള് കുഞ്ഞായി എന്നുള്ള ന്യൂസ് വൈറലായ സമയത്തിന് ഒരുപാട് പേര് പറഞ്ഞു. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ അവരാഗ്രഹിച്ചിരുന്നു ഇതുപോലൊരു കുഞ്ഞിനെ അവർക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എന്തോ സമൂഹത്തെ പേടിയായതുകൊണ്ട് അത് സാധിച്ചില്ല ചെയ്യാൻ. നീ എന്തായാലും രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയത് നന്നായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും പറഞ്ഞു എൻ്റെ അടുത്ത്. ഇപ്പം കുഞ്ഞുമായിട്ട് ഇങ്ങനെ കുഞ്ഞിനെ വേണം, ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട് ചെയ്യാൻ, എന്താണ് അതിന്റെ പ്രൊസീജിയർ, നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുന്ന ആളുകളും ഉണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു. പ്രകാശം പരത്തുന്നവൾ എന്നർത്ഥമുള്ള സബിയ എന്ന പേരാണ് സിയയും സഹലും തങ്ങളുടെ കുഞ്ഞിനിട്ടത്. സബിയ മോളുടെ ഓരോ ചുവടും ചരിത്രമാണ്. അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അവൾ വെളിച്ചമാകട്ടെ. ആത്മാഭിമാനത്തോടെ ഈ കുഞ്ഞ് ജീവിക്കട്ടെ. ക്യാമറാമാൻ വിശാഖറക്കലിനൊപ്പം വിഷ്ണു PS, 1 ഇന്ത്യ മലയാളം.
Subscribe to One India and never miss an update.